പ്രീവിയസ് വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് ആണ് നോക്കാം. ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. നേരത്തെ പോലെ തന്നെ വരയ്ക്കുക. അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ബാലൻസ് ഷീറ്റ് as on 31st March. Okay. നോട്ട് നമ്പർ, എമൗണ്ട്, അതേപോലെ നമുക്ക് നോട്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും. നോട്ട്സ് ഇപ്പം നിൽക്കുന്നത് 6ലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് 6ലാണ്. പിന്നെ അടുത്ത നോട്ട്സ് വരെ 7ലാണ്. അപ്പോൾ ആദ്യം ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് നോക്കാം. അത് നമുക്ക് എന്താ പറയാം, ബാലൻസ് ഷീറ്റിലെ അസറ്റാണ് നമ്മൾ ചെയ്തു വന്നിരുന്നത്. അപ്പോൾ അസറ്റ്സ് ഇതൊരു നോൺ കറണ്ട് അസറ്റ്. അസറ്റ്സ് തന്നെ 2 ക്ലാസിഫിക്കേഷൻ ആക്കുന്നു. ഫസ്റ്റ് വൺ നോൺ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് ആണ് സെക്കൻഡ്. അപ്പോൾ നോൺ കറണ്ട് അസറ്റ്സിൽ ആദ്യം വരുന്നത് PPE. നോട്ട് കൊടുക്കുക. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ 6 ആയിരുന്നു. അപ്പോൾ അടുത്ത നോട്ട് നമ്പർ 7ൽ PPE. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഇപ്പോൾ എന്തൊക്കെയാണ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്? നമുക്കറിയാം ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. ആദ്യം വരുന്നത് പ്രിമിസസ് 30,72,000. ഡിപ്രീസിയേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. പ്രിമിസസ് 30,72,000 less depreciation, no depreciation, 30,72,000. അടുത്തത് പ്ലാന്റ് ആൻഡ് മെഷീനറി. എമൗണ്ട് വരുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി പ്രിൻസിപ്പൽ ആൻഡ് 33 lakhs. 33 lakhs plus depreciation. ഡിപ്രീസിയേഷൻ നമുക്കറിയാം 15 അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള 15%. എത്രയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഡിപ്രീസിയേഷൻ ആയിട്ട് എഴുതിയിട്ടുള്ളത്? 4,95,000. depreciation 50%, that is 4,95,000. that is equal to 28,05,000. അപ്പോൾ ടോട്ടൽ വരുന്നത് 58,77,000. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഡിപ്രീസിയേഷൻ നമ്മൾ രണ്ടിടത്തെടുത്തു, ഡബിൾ ടിക്ക് ഇട്ടു. ഇവിടെ വരുന്നത് 58,77,000. ഓക്കെ, ഇതാണ് PPEയുടെ ഇത്. then അടുത്തത് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, അതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ്, then അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ നമുക്ക് വേണ്ടത് നോൺ കറണ്ട് അസറ്റ്സിൽ ഗുഡ്വില്ലാണ് വരുന്നത്. നെക്സ്റ്റ് ഗുഡ്വിൽ നമുക്കിവിടെ ക്വസ്റ്റ്യനിലുണ്ടോ ചെക്ക് ചെയ്യണം. ആ, ഗുഡ്വിൽ 2,50,000. ഗുഡ്വിൽ
ഗുഡ്വിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്താലോ, വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഗുഡ്വിൽ 2,50,000. അപ്പോൾ ഗുഡ്വിൽ കഴിഞ്ഞാൽ പിന്നെ അതർ വേറെ ഇൻടാഞ്ചിബിൾ അസറ്റ്സുകളൊന്നുമില്ല. പിന്നെ എഴുതേണ്ടത് അതർ നോൺ കറണ്ട് അസറ്റ്. അതർ നോൺ കറണ്ട് അസറ്റ്സ് 8. ഇതിലാണ് നമുക്ക് ഈ പറഞ്ഞ ഹെഡിലൊന്നും വരാത്ത അത്. ഫോർ എക്സാമ്പിൾ പ്രിലിമിനറി എക്സ്പെൻസ് ഡെഫേർഡ് നാച്ചുറൽ. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ടി ഫോമിലുള്ള ബാലൻസ് ഷീറ്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അസറ്റ് സൈഡിൽ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ, പ്രിലിമിനറി എക്സ്പെൻസസുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എന്താ അസറ്റ്സ് ബാലൻസ് ഷീറ്റിൽ അസറ്റ്സിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും പ്രിലിമിനറി എക്സ്പെൻസ്, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് എന്നൊക്കെ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം. അതർ നോൺ കറണ്ട് അസറ്റ്സിൽ എഴുതി കൊടുക്കാം. അതർ നോൺ കറണ്ട് അസറ്റ്. പിന്നെ റിസോഴ്സ് ആൻഡ് സർപ്ലസ് മൈനസ് ചെയ്തിട്ടും എഴുതാം കേട്ടോ. രണ്ട് വിധത്തിൽ പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യാത്താണ് ഇവിടെ ഇത്. പ്രിലിമിനറി എക്സ്പെൻസ് 50,000 അല്ലേ. 50,000 മൈനസ് റിട്ടേൺ ഓഫ് 5,000. that is 45,000. അപ്പോൾ അതർ നോൺ കറണ്ട് അസറ്റ്സിൽ 45,000. ഓക്കെ. അപ്പോൾ അസറ്റ് നോൺ കറണ്ട് അസറ്റ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കറണ്ട് അസറ്റ്സുകൾ നോക്കാം. കറണ്ട് അസറ്റ്സ് കംപ്ലീറ്റ് ആയെന്ന് ഒന്നും കൂടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നോൺ കറണ്ട് അസറ്റ്സുകൾ ലോങ് ടേം ആയിട്ടുള്ള അസറ്റ്സ് പ്രെമിസസ് എടുത്തു, പ്ലാന്റ് എടുത്തു, ദെൻ പിന്നെ വരുന്ന ഗുഡ്വിൽ എടുത്ത്, ക്യാഷ് ഇൻ ഹാൻഡ് നോൺ കറണ്ട് അസറ്റ്സ് ആണ്. കോൾസ് ആൻഡ് അരിയർ ഇതിലാണ് എഴുതാം. ഇൻഡയറക്റ്റ് ഡിവിഡൻഡ് ഓക്കെ. പർച്ചേസസ്, പ്രിലിമിനറി വേജസ് ഓക്കെ. നോൺ കറണ്ട് അസറ്റ്സുകളൊക്കെ കഴിഞ്ഞു. ഇനി പ്രിലിമിനറി എക്സ്പെൻസ് നമുക്ക് ടിക്കിടാം. റൈറ്റ് ഓഫ് ചെയ്യുന്ന പാർട്ട് ബാലൻസ് ഷീറ്റിലാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അവിടെ ഓക്കെ. ഇനി കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിൽ ഫസ്റ്റ് വരുന്നത് ഇൻവെൻട്രീസ്. ഇൻവെൻട്രീസ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഇവിടെ എഴുതുന്നത്. ലൂസ് ടൂൾസ്, സ്റ്റോക്സ് ഇതൊക്കെയാണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഒരിടത്ത് എടുത്തിട്ടുള്ളൂ, ഇവിടെ എടുക്കാൻ പോവാണ്. സ്റ്റോക്ക് 9,50,000. 9,50,000 ഡയറക്റ്റ് ചെയ്താണ് നോട്ടിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ അസറ്റ്സുകൾ. ഫിനാൻഷ്യൽ അസറ്റ്സുകൾ ഏതൊക്കെ വരാം? ആദ്യം ട്രേഡ് റെസിവബിൾസ്. ഓരോന്ന് ഇവിടെ തന്നെ ഇങ്ങനെ എഴുതും. ട്രേഡ് റെസിവബിൾസ് എന്ന് പറയുമ്പോൾ ബിൽസ് റെസിവബിൾ ഉണ്ടോ നോക്കാം. ട്രേഡ് റെസിവബിൾസ്, ബിൽസ് റെസിവബിൾ, ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് 8,70,000. അപ്പോൾ ഡെപ്റ്റേഴ്സ് ഉണ്ടാവുമ്പോൾ നോക്കണേ. ഇവിടെ ഓൾഡ് പ്രൊവിഷൻ ഉണ്ട്, ന്യൂ പ്രൊവിഷൻ എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓൾഡ് പ്രൊവിഷൻ നമ്മളിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ചെയ്തു. then ക്രിയേറ്റ് 5% ന്യൂ പ്രൊവിഷൻ ഉണ്ട്, അത് മൈനസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഡെപ്റ്റേഴ്സ് എടുക്കാം.
അപ്പോൾ ഇവിടുത്തെ ട്രേഡ് റെസ്യൂബിൾസിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോട്ടിൽ കൊടുക്കാം. അത് നല്ലത്. ട്രേഡ് റെസ്യൂബിൾസ്, ട്രേഡ് റെസ്യൂബിൾസ്, ഡെപ്റ്റേഴ്സ് എത്രയായിരുന്നു? 8,70,000. ദെൻ മൈനസ് ന്യൂ പ്രൊവിഷൻ. ന്യൂ പ്രൊവിഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ന്യൂ പ്രൊവിഷൻ വരുന്നത് 43,500. നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ന്യൂ പ്രൊവിഷൻ ഉണ്ട്, കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 8 lakh മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 8,26,500. ദാറ്റ് ഈസ് 8,26,500. ഓക്കെ. ദെൻ അടുത്തത് ട്രേഡ് റെസ്യൂബിൾസ് കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് 10th. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബാലൻസ് ഷീറ്റിൽ വരുള്ളൂ കേട്ടോ, അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് അതിൽ വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് 4,06,500. അതെന്താണ് എഴുതാം? ക്യാഷ് ഇൻ ഹാൻഡ് 4,06,500. 4,06,500. ഓക്കെ. ദെൻ അടുത്തത് അതർ കറണ്ട് അസറ്റ്സ്. അതർ കറണ്ട് അസറ്റ്സ് ഇവിടെ നമുക്ക് അതർ കറണ്ട് അസറ്റ്സ് കൊണ്ട് കാണിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഇതാ. അപ്പോൾ കറണ്ട് അസറ്റ്സ് കഴിഞ്ഞു. അതേപോലെ നോൺ കറണ്ട് അസറ്റ്സും കംപ്ലീറ്റ്. കറണ്ട് അസറ്റ്സ് നോൺ കറണ്ട് അസറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ടോട്ടൽ ചെയ്തിടാം. പിന്നെ നിങ്ങൾ ടോട്ടൽ ചെയ്യണേ. ഇനി നമുക്ക് സമയം കളയണ്ട, നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ അടുത്ത പാർട്ടായിട്ടുള്ള സെക്കൻഡ് പാർട്ട്, ഇതിൻ്റെ കണ്ടിന്യൂസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് പാർട്ടാണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഇപ്പോൾ ടോട്ടൽ ചെയ്യാനുള്ള സ്പേസ് ചെയ്തിട്ടോ. നിങ്ങൾ ടോട്ടൽ ചെയ്യും, നമുക്ക് രണ്ടും ടാലിയാവും. ഇക്വിറ്റി ആൻഡ് liabilities. First one, equity. രണ്ട് പാർട്ടായിട്ടാണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അതിൽ ഇക്വിറ്റിയിൽ ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റിയിൽ രണ്ട് കാര്യങ്ങളാണ് കിടക്കുന്നത്. ഒന്ന് ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ, കണ്ടിന്യൂസ് ആയിട്ടുള്ള നോട്ട് കൊടുക്കുക. ഷെയർ ക്യാപിറ്റൽ 11. ഷെയർ ക്യാപിറ്റൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് എഴുതണേ. ക്വസ്റ്റ്യനിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ സെപ്പറേറ്റ് വേണ്ടില്ല. ഇതേ ഉള്ളൂ. നമുക്ക് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇതേ ഉള്ളൂ. ഷെയർ ക്യാപിറ്റൽ എടുക്കാൻ പോവാണ്. ഷെയർ ക്യാപിറ്റൽ ടിക്കറ്റ് 40 lakhs. ആദ്യം ഇങ്ങനെ തന്നെ എഴുതണേ. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ വേണ്ട എമൗണ്ട് എഴുതണേ. അത് ജസ്റ്റ് ഡബിൾ ലൈൻ ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ കൊടുക്കുക. 40,000
ഷെയർസ് ആണുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണെന്നുള്ളത്. 100 ഈച്ച്, ദാറ്റ് ഈസ് 40 പ്ലസ് and 0, 40 lakhs. Then ഇതിൽ നിന്നാണ് ഇത് ചെയ്യേണ്ടത്. കോൾസ് ഇൻ അരിയർ ഉണ്ട്. കോൾസ് ഇൻ അരിയർ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക. കോൾസ് ഇൻ അരിയർ ബാലൻസ് ഷീറ്റിന്റെ ഡെബിറ്റ് സൈഡ് കിട്ടാക്കടന്ന് പറയും. കിട്ടാത്തതാണ് വിളിച്ചിട്ടും തരാത്തത്. കോൾസ് ഇൻ അരിയർ അത് ലെസ് ചെയ്യണം. കോൾസ് ഇൻ അരിയർ എത്രയാണ്? 75,000. കോൾസ് ഇൻ അരിയർ 75,000. ഇപ്പോൾ വരുന്നത് നെറ്റ് ഫിഗർ 39,25,000. ഇതാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ കൊടുക്കുന്ന എഴുതേണ്ടത്. 39,25,000. ഓക്കെ. ദെൻ അതർ equity. നെക്സ്റ്റ് അതർ equity. അതർ equity എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദിസ് ഇസ് എ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. 12 അതർ equity, റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആദ്യം. റിസർവ്സുകൾ ഏതൊക്കെയാണ്? ജനറൽ റിസർവ്സ് ഉണ്ടോ നോക്കുക. ജനറൽ റിസർവ്സ് ബാലൻസ് ഷീറ്റിൽ വരുന്നുണ്ടോ നോക്കുക. അതല്ലല്ലോ. ജനറൽ റിസർവ്സ് ഷെയർ ക്യാപിറ്റൽ, ഡിവിഡൻഡ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉള്ളൂ. ഇത് പ്രീവിയസ് ഇയർ, അതായത് കറണ്ട് ഇയറിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ജനറൽ റിസർവ്സ് വരുന്നത് 2,50,000. ജനറൽ റിസർവ്സ് 2,50,000. അപ്പം അതെടുക്കാം. 2,50,000. അപ്പം അതേ ഉള്ളൂ നമുക്ക് 2,00,000. ഇനി സർപ്ലസ്. സർപ്ലസ് ഓപ്പണിംഗ് ബാലൻസ്. ദാറ്റ് ഈസ് ഓപ്പണിംഗ് ബാലൻസ്. ദാറ്റ് മീൻസ് ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന സർപ്ലസ് ബാലൻസ് ഇപ്പം നോക്കുക. അതുകൊണ്ട് ഇവിടെ നമുക്ക് ടിക്ക് ഇടുന്നു. 2,62,500. 2,62,500. Then plus profit for the current year. കറണ്ട് ഇയറിൽ 1,00,000 നമുക്കറിയാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 1,82,000. അങ്ങനെ ടോട്ടൽ വരുന്നത് എത്രയാണ്? ടോട്ടൽ ചെയ്തോക്കട്ടെ. 2,50,000 റിസർവ് ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. 2,50,000 പിന്നുള്ള 2,62,500 plus 1,80,000 is equal to 4,42,500. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2,50,000 is equal to 6,92,500. ഇനി ഇതിൽ നിന്ന് മൈനസ് ചെയ്യാൻ എന്ത് നോക്കണം. ലെസ് ജനറൽ റിസോഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ നോക്കണം. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് അങ്ങനെയൊന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. പിന്നെ പ്രൊവിഷൻ ഫോർ ടാക്സ്.
പ്രൊവിഷൻ ഫോർ ടാക്സ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പ്രൊവിഷൻ ടാക്സ് മൈനസ് ചെയ്തിട്ടാണ് ഇവിടെ എടുത്തത് പ്രോഫിറ്റ് എന്നുള്ളത്. പിന്നെ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട്. 1,80,000 എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇൻ്ററിൻ ഡിവിഡൻഡ് പെയ്ഡ് എന്നുള്ളതുണ്ട്. ഇൻ്ററിൻ ഡിവിഡൻഡ് പെയ്ഡ്, ഇൻ്ററിൻ ഡിവിഡൻഡ് പെയ്ഡ്. അങ്ങനെ ഒരു ഐറ്റം നമുക്ക് ഉണ്ട്. ഇൻ്ററിൻ ഡിവിഡൻഡ് പെയ്ഡ് അത് എടുക്കേണ്ടത് ഇവിടെയാണ്. ഇൻ്ററിൻ ഡിവിഡൻഡ് പെയ്ഡ് 3,92,500. ഇവിടെ തന്നെ ഇടാം. 3,92,500 നെറ്റ് ഫിഗർ എത്ര കിട്ടണം? മൈനസ് 3,92,500 is equal to 3 lakh. ഇതാണ് നമുക്ക് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എഴുതുന്നത്. ഇതാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഏരിയ. റിസർവ്സ് ആൻഡ് സർപ്ലസ് ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാ റിസോഴ്സുകളും എഴുതുക, എന്നിട്ട് അതേപോലെ സർപ്ലസ് എഴുതുക. സർപ്ലസ് പ്രീവിയസ് ഇയറിൽ സർപ്ലസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, കറണ്ട് ഇയറുടെ സർപ്ലസിലോട് കൂടുക. അത് നെറ്റ് ഫിഗറാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഈ ഈ ഫിഗറാണ് എടുക്കുന്നതെങ്കിൽ അതിൽ പ്രൊവിഷൻ ഫോർ ടാക്സ് കണ്ട് മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് 1,80,000. നമ്മളിവിടെ എന്ത് എടുത്തു, നേരെ ഇത് തന്നെയാണ് എടുത്തത്. അപ്പോൾ പിന്നെ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊവിഷൻ ഫോർ ടാക്സ് മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ നമ്മൾ 1,80,000 ആണ് എടുത്തത്. ഇത് എല്ലാം കൂടെ റിസോഴ്സുകളും സർപ്ലസുകളും ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ട്രാൻസ്ഫർ ടു ജനറൽ റിസോഴ്സ് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ടാക്സ് ഓൾറെഡി മൈനസ് ചെയ്തുകൊണ്ട് മൈനസ് ചെയ്യേണ്ട. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, 3,60,000 ഇവിടെ ആണെങ്കിൽ ഇവിടെ 1,80,000 മൈനസ് ചെയ്യണം. ഇൻ്ററിൻ ഡിവിഡൻഡ് പേര് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ അത് മൈനസ് ചെയ്യുക. പിന്നെ വേറെ ഡിവിഡൻഡുകൾ പേ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല. കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇൻ്ററിൻ ഡിവിഡൻഡ് എന്നിട്ട് മൈനസ് ചെയ്തു. അങ്ങനെ നെറ്റ് ഫിഗറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതർ ഇക്വിറ്റി എന്നാണ്ട് അവിടെ എഴുതുന്നത്. ഓക്കെ, അടുത്തത് ലയബിലിറ്റീസിൻ്റെ സെക്ഷനാണ്. ലയബിലിറ്റീസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. നോൺ കറണ്ട് ലയബിലിറ്റീസ്, നോൺ കറണ്ട് ലയബിലിറ്റീസ്. അതിൽ വരുന്ന ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ട്. ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ ലോങ് ടേം ആയിട്ട് വരുന്നത്. നമുക്കറിയാം ഇവിടെ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ലോങ് ടേം ആയിട്ട് വരുന്നതായിരിക്കും. ഇതെടുത്താണ് ഷെയർ ക്യാപിറ്റൽ, എടുത്താണ് ഡിബെഞ്ചേഴ്സ് 12% ഡിബെഞ്ചേഴ്സ് ഇതെടുത്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്താണ് ഇത് എടുത്ത 12% ഡിബെഞ്ചേഴ്സ് ലോങ് ടേം ഫിനാൻഷ്യൽ ലയബിലിറ്റി ആണ്. ഫിനാൻഷ്യൽ ലയബിലിറ്റി നോട്ട് നമ്പർ കൊടുക്കാം. എത്രയാണ്, 13 അല്ലേ, 12 ഇട്ടിരുന്നത്. ഡിബെഞ്ചേഴ്സ് ലോങ് ടേം ആണ്. 30 lakh 3 lakh 30 lakh 50. Then current liabilities.
കറണ്ട് ലയബിലിറ്റീസ് കുറച്ചും കൂടെ എളുപ്പമാണെങ്കിൽ ഫോം അതേപോലെ എഴുതുക, എന്നിട്ട് അതിൽ ഏതൊക്കെയാണ് ഉള്ളത് നോക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കറണ്ട് ലയബിലിറ്റീസിൽ ആദ്യം ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് ഇതേപോലെ ട്രേഡ് പേയബിൾസ് ഒക്കെ അല്ലേ, സെൻട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ അങ്ങനത്തെയൊക്കെയാണ് ട്രേഡ് പേയബിൾസിൽ വരിക. നോട്ട് നമ്പർ 14 ട്രേഡ് പേയബിൾസ്, അവിടെ വേണമെങ്കിൽ ട്രേഡ് പേയബിൾസ് എഴുതാം. ട്രേഡ് പേയബിൾസ് അതിൽ സെൻട്രി ക്രെഡിറ്റേഴ്സ് ടിക്കിടാം. ക്രെഡിറ്റേഴ്സ് ഉണ്ട് 4 lakh, അതേപോലെ ബിൽസ് പേയബിൾ ഉണ്ട് 3,70,000. ട്രേഡ് പേയബിൾസ് 3,70,000 and this is 4 lakh. ടോട്ടൽ വരെ 7,70,000. ഓക്കെ, 7,70,000. ഓക്കെ, ദെൻ അടുത്തത് അതർ കറണ്ട് ലയബിലിറ്റീസ്. 16 അതർ കറണ്ട് ലയബിലിറ്റീസിൽ ഔട്ട്സ്റ്റാൻഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരിക. അതർ കറണ്ട് ലയബിലിറ്റീസ് 16 അല്ലല്ലോ 15 ആണ്, കണ്ടിന്യൂസ് ആയിരിക്കണം 50. അതർ കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് അധികം അഡ്ജസ്റ്റ്മെന്റിലുള്ള കാര്യങ്ങളാണ് വരിക. അഡ്ജസ്റ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെന്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇത് കാര്യങ്ങളൊക്കെയാണ് വരിക. ഇപ്പോൾ നോക്കാം, അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, റേറ്റ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ എടുത്തില്ലേ, രണ്ട് സ്ഥലത്തെടുത്തും അവിടെ മൈനസ് ചെയ്ത്, പിന്നെ ഇവിടെ RPS ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് ഡ്യൂ നമ്മളൊരു സ്ഥലത്ത് എടുത്തിട്ടുള്ള, അത് ഇവിടെയാണ് എടുക്കുന്നത്. ഇൻട്രസ്റ്റ് ഡ്യൂ ആ ഒരു ഔട്ട്സ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ നമുക്ക്. ഇൻട്രസ്റ്റ് ഡ്യൂ 1 lakh, സോറി ഇത് ഇവിടെ തന്നെ 1,80,000. അപ്പോൾ അതർ കറണ്ട് ലയബിലിറ്റീസിൽ ഇൻട്രസ്റ്റ് ഡ്യൂ 1,80,000. വേറെ ഔട്ട്സ്റ്റാൻഡിങ് ഒന്നും ഇല്ലല്ലോ, സാലറി ഔട്ട്സ്റ്റാൻഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെയുള്ളത് പ്രൊവിഷൻസ്. ഇവിടെ നമുക്ക് എഴുതേണ്ട പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ പ്രൊവിഷൻ അല്ല, ന്യൂ പ്രൊവിഷന് നമ്മൾ രണ്ടിടത്തെടുത്തു, ബാഡ് ഡെപ്റ്റിൽ നിന്ന് മൈനസ് ചെയ്തും ചെയ്തു, അല്ലാത്തടുത്ത് ഇവിടെ പ്രൊവിഷൻ ഫോർ ടാക്സ് ആണ് എഴുതേണ്ടത്. പ്രൊവിഷൻ ഫോർ ടാക്സ് ഇത് വേണമെങ്കിൽ നോട്ടിൽ എഴുതാം. 16 പ്രൊവിഷൻ ഫോർ ടാക്സ് 1,80,000. ഓക്കെ, then total assets. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ലയബിലിറ്റീസിൻ്റെ കിട്ടും. ഓക്കെ, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്തിടാം. 58,70,000, 27,000 plus 25,000
plus 45,000, 9,50,000 plus 8,26,000 plus 4,06,500 is 81,29,500. 81,29,500. ഓക്കെ, ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് ചെയ്യേണ്ടത്.